സിജോ സാർ നമസ്കാരം. നമസ്കാരം. ഈ യുദ്ധത്തിൽ ഇന്ത്യയുടെ റോൾ എന്താണ്? പല ആൾക്കാരും ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു സബ്ജക്റ്റാണിത്. ചർച്ച ചെയ്യുന്നത് ഇന്ത്യയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ്. ധ്രുവ് റാഠി പോലെയുള്ള ജർമ്മൻ ഷെപ്പേർഡുകളുടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം അവനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ LPG ക്രൈസിസ് നമ്മുടെ രാജ്യത്തുണ്ടാക്കിയത് കേന്ദ്ര സർക്കാരാണ്. അത് ഒരു ഭാഗികമായി പറഞ്ഞാൽ ശരി തന്നെയാണ്. കാരണം 2014 മുമ്പ് വിറകടുപ്പിൽ വേവിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ ജനതയെ ഇന്ന് 35-40-45% ഗ്യാസ് ഉജ്ജ്വൽ യോജന വഴി ഗ്യാസ് കൊടുത്ത് ആ ഗ്യാസ് മോദിക്ക് കൊടുക്കേണ്ടി വരുന്നില്ല. കാരണം ഇത്രയും പേരെ ഗ്യാസിലേക്ക് മാറ്റുമ്പോൾ അതും കൂടെ കൊടുക്കേണ്ടി വരുമല്ലോ. അത് ഒരു കണക്കിന് ശരിയാണെന്ന് പറയേണ്ടി വരും. എന്നിരുന്നാലും നമ്മുടെ രാജ്യം ഒരു അത്ഭുതമായി വർത്തിക്കുന്നു എന്നാണ് പല ആൾക്കാരും പറയുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങളും പോലും എഴുതുന്നുണ്ട്. ന്യൂയോർക്ക് ടൈംസ്, വാഷിംഗ്ടൺ പോസ്റ്റ് ഇവരൊക്കെ എഴുതുന്നുണ്ട്. എനിക്ക് അത്ഭുതം തോന്നി ഇതൊക്കെ കണ്ടപ്പോൾ. കാരണം അവർ പറയുന്നത് ഒരേ സമയം ഇറാനിലെ ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് നമുക്കുള്ള എണ്ണ വരുന്നു, കപ്പൽ വരുന്നു. അതേസമയം ഇസ്രായേലുമായിട്ട് നമ്മൾ നല്ല ബന്ധം. ഒരേ സമയം വേറൊരു ആസ്പെക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരേ സമയം ഇറാനിലേക്ക് നമ്മൾ ഡിസാസ്റ്റർ എയ്ഡുകൾ കയറ്റി അയക്കുന്നു. അതേസമയം ഇസ്രായേലുമായിട്ട് നമ്മൾ ഡിഫൻസ് ഡീലുകളിൽ ഏർപ്പെടുന്നു. ഒരേ സമയം അമേരിക്കയുമായി നമ്മൾ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതേസമയം റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ എണ്ണ മേടിക്കുന്നു. അമേരിക്കയ്ക്ക് അതിൽ വലിയ രീതിയിൽ എതിർപ്പുണ്ട്, പക്ഷെ നമ്മളത് കാര്യമാക്കുന്നില്ല. റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ എണ്ണ മേടിക്കുന്നു. ഇപ്പോ പല രാജ്യങ്ങൾക്കിടയിലും ഇന്ത്യ വ്യത്യസ്തമാകുന്നത് ഈ ഒരു തരത്തിലാണ് എന്നാണ് പറയുന്നത്. എങ്കിലും അതൊക്കെ അവിടെ നിന്നോട്ടെ. ഇന്ത്യയുടെ ഡിപ്ലോമസി, രാജതന്ത്രവും നയതന്ത്രം വാട്ട് ഇറ്റ് ഈസ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യ ഈ യുദ്ധം കഴിയുന്നതോടുകൂടി എവിടെ എത്തി നിൽക്കും എന്നുള്ളതാണ്. ഇന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ടെക്സസിലെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറിയിൽ ഒരു സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. വലിയൊരു സ്ഫോടനമാണ് അമേരിക്കയ്ക്ക് അകത്തുണ്ടായിട്ടുണ്ട്. അപ്പൊ അമേരിക്കയ്ക്ക് നാണക്കേടാണ്. ഇത് ഇറാനാണ് നടത്തിയതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് നാണക്കേടാണ്. സ്വാഭാവികമായിട്ടും ഗൾഫ് നിന്ന് കത്തുകയാണ്. ഗൾഫിലെ റിഫൈനറീസ് എല്ലാം ഇപ്പോൾ അടച്ചിടുകയോ അല്ലെങ്കിൽ വലിയ പ്രിക്കോഷൻസിൽ നിൽക്കുകയാണ്. ഖത്തറിലെ LNG പൂട്ടി. അവർ പറയുന്നത് ഇനി 5 വർഷം എടുക്കും ഇതൊക്കെ ഒന്ന് നേരെയായി വരാൻ എന്നാണ് അവർ പറയുന്നത്. അത് കാരണം നമ്മുടെ ഇന്ത്യയിലേക്ക് LPG വരുന്നില്ല, LNG വരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വ്യാവസായിക മേഖല ഗ്യാസ് അത് തകർന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ LNG അടക്കമുള്ള ഈ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഓയിൽ റിഫൈനറി ഈ കാര്യങ്ങൾ ഇപ്പോ ഗൾഫ്, അമേരിക്ക എല്ലാം വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ ഘട്ടത്തിൽ നമുക്കാണ് ഏറ്റവും വലിയ റിഫൈനറി ജാംനഗർ ഉള്ളത്. അപ്പൊ പെട്രോളിയം പ്രോഡക്ട്സ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കാനായിട്ട് ഇവർ യൂറോപ്യൻ രാജ്യങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിയുന്നു എന്നുള്ളൊരു റിപ്പോർട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ അതേസമയം തന്നെ ഈ യുദ്ധം കഴിയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ കെടുതികൾ നേരിടാൻ പോകുന്ന രാജ്യങ്ങളിൽ ഒന്നായിരിക്കും ഇന്ത്യ എന്ന് പറയുന്നവരുമുണ്ട്. ഇപ്പോൾ 70 ദിവസത്തേക്കുള്ള പെട്രോൾ നമുക്കുണ്ടെന്ന് പറയുമ്പോഴും ഈ പെട്രോൾ ഉടനെ തീരും. കാരണം യുദ്ധം 70 ദിവസം കഴിഞ്ഞു പോകും, അത് ഉടനെ തീരും. ഇനി നാളെ LNGക്കും LPGക്കും എന്ത് ചെയ്യും എന്നുള്ള ചില മണ്ടന്മാര് ചോദിക്കുന്നത് ഇത് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഏത് ഗ്യാസ് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ യുദ്ധം കഴിയുമ്പോൾ ഇന്ത്യ ഇതിൽ ഒരു വിന്നർ ആയിരിക്കുമോ അതോ ഇന്ത്യ ഒരു ലൂസർ ആയിരിക്കുമോ? കാരണം എല്ലാത്തിലും ഇപ്പൊ നമ്മൾ കോവിഡ് പാൻഡമിക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഒരു വിന്നറാണ്. കാരണം ആ സമയത്ത് ലോകത്തെമ്പാടും വാക്സിൻ ഉൽപ്പാദിപ്പിച്ച് കയറ്റി അയച്ച് അതൊരു ഓപ്പർച്യൂണിറ്റി ആക്കി നമ്മൾ മാറ്റി. പക്ഷെ ഇത്തവണ കാര്യങ്ങൾ കുറച്ച് ക്രിട്ടിക്കലാണ്, ക്രൂഷ്യലാണ്. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഈ യുദ്ധം തീരുമ്പോൾ? ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ വിദേശ നയമാണ്. ലോകത്ത് ഒരു രാജ്യത്തിനും സ്വതന്ത്ര വിദേശ നയം എന്നുള്ളത് അമേരിക്ക അല്ലെ വെസ്റ്റേൺ പവേഴ്സോ ഇന്ന് വരെ സമ്മതിച്ചു കൊടുത്തിട്ടുള്ള കാര്യമല്ല. പല രാജ്യങ്ങളും പറയുന്നുണ്ട് ഇപ്പൊ ഞങ്ങളുടെ സ്വതന്ത്ര വിദേശ നയമാണ് എന്ന് പറയുമെങ്കിൽ പോലും നമുക്ക് ഈ ഡോളറിന്റെ മേലുള്ള നമുക്കടക്കം ഡോളറിന്റെ മേലൊക്കെയുള്ള ഈ വ്യാപാരം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് വിദേശ വ്യാപാരം ചെയ്യുമ്പോൾ നമുക്കൊരു ഡിപ്പെൻഡൻസി ഉണ്ട്. അപ്പം ഈ ഡോളർ എന്ന് പറയുന്ന ഒരു ഫിയാറ്റ് കറൻസി അല്ലെങ്കിൽ ഈ കറൻസിയുടെ ഒരു അപ്രമാദിത്യം ലോകത്തൊന്ന് മാറുകയും അതേപോലെ തന്നെ ഈ പെട്രോൾ ഡോളറിന്റെ ഇപ്പൊ അതായത് പെട്രോൾ വാങ്ങിക്കണം ഡോളർ വേണമെന്നുള്ള ആ ഒരു അറേഞ്ച്മെന്റ് ഇപ്പൊ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. ഇപ്പൊ ഇറാനെ കൈ കിട്ടുവാണെങ്കിൽ അവർക്ക് കുറച്ചു കാലം കൂടെ അത് റൺ ചെയ്യാന്നുള്ള രീതിയിലാണ്. അവർക്ക് വേറെ പല കാര്യങ്ങളും അമേരിക്ക നോക്കുന്നത്. അപ്പൊ ഇന്ത്യനെ സംബന്ധിച്ച് ഇന്ത്യ ഇപ്പൊ മിക്കവാറും വാങ്ങിക്കുന്ന എല്ലാ വിദേശ രാജ്യങ്ങളും വാങ്ങിക്കുന്ന ഒന്നെങ്കിൽ ഇന്ത്യൻ മണി കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അതായത് ഡോളർ കൊടുത്തിട്ടല്ല നമ്മൾ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതെല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പം ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, കാരണം നമ്മളുടെ ഇന്ത്യക്കാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ നോക്കിയിട്ട് നമുക്ക് എപ്പോഴും ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പം നിങ്ങൾ ഇന്ത്യയിലെ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണ്. ഇന്ത്യയില് പലരും പറയും
അങ്ങനെയല്ല, ഗ്യാസിന് പകരം ആ, വിറകൊന്നല്ല. നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മുടെ ഉദ്ദേശം എന്തുവാ? നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് ഉം, ഉണ്ടാക്കാൻ വേണ്ടി തീ അല്ലെങ്കിൽ ജ്വലിപ്പിക്കാൻ പറ്റിയ സാധനങ്ങൾ വേണം. യാ, ഇപ്പം വിറക് എന്നുള്ളത് പഴയ കോൺസെപ്റ്റ്. വിറക് എന്തുകൊണ്ടാണ് നമ്മൾ ഉപേക്ഷിച്ചത്? കാരണം അത് പുകയുണ്ട്. സ്ത്രീകൾക്ക് വിറക്, അടുക്കളയിൽ വിറക് വീടിനുള്ളിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്നാ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങള്, നമുക്ക് ഹെൽത്തി അല്ല എന്നുള്ള ഒരു നെറേറ്റീവ് അല്ല. അത് സത്യമാണ്, ഒരു പരിധി വരെ അത് സത്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ വിറക് ഡീഫോറസ്റ്റേഷൻ ഉപയോഗിക്കുന്നത്. കൂടി. പക്ഷെ ഡീഫോറസ്റ്റേഷൻ കൂടി ഉണ്ടാകുന്നുണ്ട് എന്ന് സമ്മതിക്കാം. പക്ഷെ ഇന്ത്യയിൽ ഒരു 50% 60% കാർഷിക മേഖലയെ ആശ്രയിച്ചിരിക്കുന്ന ജനങ്ങളാണ്. അപ്പൊ ഉം, മിക്കയിടത്തും നമ്മുടെ കന്നുകാലി സമ്പത്ത്, ബയോഗ്യാസ്, പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ മിക്കയിടത്തും മിക്ക വീടുകളിലും ഒരിടയ്ക്ക് ഈ ബയോഗ്യാസിന്റെ പ്ലാന്റുകൾ വളരെ കോമൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങൾ, ഞാൻ ഈ ബയോഗ്യാസ് മാത്രമല്ല പറയുന്നത്, നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ഇന്ത്യക്കാർ അതിനെ നേരിടുന്ന രീതിയും ഒരു പ്രതിസന്ധി വരുമ്പോൾ യൂറോപ്പിനും അമേരിക്ക അതിനെ നേരിടുന്ന രീതിയും തമ്മിൽ വളരെ എന്താ പറയാ, വളരെ ഡിഫറെന്റ് ആണ്. ഒരു ഉം. കാരണം അതൊരു സിവിലൈസേഷണൽ മെമ്മറിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്, അറിയാം. ഇപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ വിലയുള്ള ലോഹം സ്വർണ്ണമാണ് എല്ലാവർക്കും അറിയാം, അതെ, സ്വർണ്ണം. അപ്പൊ ഈ അടുത്ത അതെ, കാലത്ത് സിൽവറിന്റെ വില കൂടിയിട്ടുണ്ട്. സിൽവറിന്റെ യെസ്. വില കൂടിയിട്ടുണ്ട്. ഞാൻ ഉം, ചോദിക്കട്ടെ, ഇന്ത്യയില് പണ്ടുകാലം മൊത്തം ആൾക്കാരുടെ കാലിലും കയ്യിലും സ്വർണ്ണം ഇല്ലാത്ത ഒരു സിൽവർ ഓർണമെന്റ്സ് ഇടുമായിരുന്നു. യെസ്. പാദസരമായിട്ടും ഉം, തളയായിട്ടും വളയായിട്ടും. അത് നമ്മൾ വിചാരിക്കുന്നത് അലങ്കാരത്തിന് മാത്രം ഇടുന്നതല്ല, അത് അവരുടെ സേവിങ്ങും കൂടെയാണ്. പക്ഷെ നമ്മുടെ കസ്റ്റവും നമ്മുടെ രീതിയും, ഇപ്പൊ സിൽവർ, ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ സിൽവറിന് കിലോയ്ക്ക് ഏതാണ്ട് 3,20,000 രൂപ, അപ്രോക്സിമേറ്റ്ലി അത്ര കണ്ടുണ്ട് കുറഞ്ഞു, എന്നാണ് എന്റെ ഒരു ഊഹം. 2,30,000 ആയി. 2 ലക്ഷം, അത് വളരെ ആ, താഴെയായിരുന്നു. അതായത് ഒരു വർഷം മുമ്പ് വളരെ 80,000 താഴെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേ വളരെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 71,000 രൂപയ്ക്ക് 1 kg സിൽവർ ബാർ കിട്ടുന്ന സ്ഥലത്ത് ഇപ്പം ഒരു kg സിൽവർ ബാർ വാങ്ങിക്കണമെങ്കിൽ 2,35,000 രൂപ കൊടുക്കണം. 3 ലക്ഷത്തിന് മേലെ പോയില്ല, പക്ഷെ സിൽവർ വോളട്ടൈൽ ആയതുകൊണ്ട് പെട്ടെന്ന് താഴ്ന്നു. അതെ, സിൽവർ താഴ്ന്നു എന്ന് പറഞ്ഞാൽ ഇത് താൽക്കാലികമായി, ഞാൻ വിശ്വസിക്കുന്നത് ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു താഴ്ചയാണെന്ന് വിശ്വസിക്കുന്നത്. സിൽവർ വീണ്ടും കയറിപ്പോകും. അതിന് വേറെ പല കാരണങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യുദ്ധങ്ങള് ഉം, നമ്മുടെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതില് ഈ ചൈനക്കാർക്ക് പറ്റിയ അബദ്ധമോ അല്ലെങ്കിൽ യൂറോപ്യൻസിന് പറ്റിയ അബദ്ധമോ നമ്മൾ ആവർത്തിക്കാൻ സാധ്യതയില്ല. അതായത് ഉം, ഇപ്പോഴും ഈ അടുത്ത ഇടയ്ക്ക് ഒരു ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു, ഉം, ഇന്ത്യയുടെ ഒരു 50%-ഓളം ഇന്റേണൽ എക്കണോമിനെ ആശ്രയിച്ച് വേണം നമ്മുടെ സാമ്പത്തിക ഘടനയുടെ ശക്തി നമ്മൾ പിടിച്ചു നിർത്താൻ എന്ന് പറയുന്നുണ്ട്. ഉം, അപ്പൊ അതിന്റെ ഉം. അർത്ഥം അവര് മനസ്സിലാക്കുന്നുണ്ട്, വേറൊരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. നമ്മുടെ മാർക്കറ്റും നമ്മുടെ ആൾക്കാരും നമ്മുടെ ശക്തിയാണ്. ആ ശക്തി നമ്മൾക്ക് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിൽ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ചൈന എന്ന് പറയുന്ന രാജ്യത്തെ അമേരിക്ക 70s ശേഷം ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ഒരു കരാറിന് പുറത്ത് സഹായിച്ചില്ലെങ്കിൽ ഇന്ന് ചൈന വേൾഡിന്റെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഒന്നും ആകൂല. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സർവീസ് സെക്ടറിൽ നമുക്ക് മേ ബി സോഫ്റ്റ്വെയർ ഫീൽഡിൽ നമുക്ക് കുറച്ച് ഹെൽപ്പ് ഒക്കെ കിട്ടിയെന്ന് ഒഴിച്ചാല്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഒരു പ്രവർത്തനത്തിന്റെയും ഒക്കെ ഇതിലെ മുന്നോട്ട് വരുന്ന രാജ്യമാണ്. കാരണം നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചിന്തിക്കുകയും, നമ്മൾ മറ്റുള്ളവരെ സാർ, പോലെയല്ല, അതൊക്കെ നമ്മുടെ ഒരു എനിക്ക് ഇതിൽ മനസ്സിലായി, നിൽക്കുക. താങ്കളുടെ പോയിന്റ് എനിക്ക് മനസ്സിലായി. നമ്മുടെ അതൊക്കെ ശരിയാണ്. ചൈനയെ സഹായിച്ചു. ചൈനയോട് ചെയ്ത ആ ഒരു തെറ്റ് ഞങ്ങൾ ഇന്ത്യയോട് ആവർത്തിക്കില്ല, കാരണം ഇന്ത്യ ഒരു ലോകശക്തിയായി വളർന്നു വരികയാണെന്ന് അമേരിക്ക കഴിഞ്ഞ ദിവസം പരസ്യമായിട്ട് പറയുകയും ചെയ്തു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഇന്റേണൽ മാർക്കറ്റും നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് പൊരുത്തപ്പെടാൻ സാഹചര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, ഈ ഇന്റേണൽ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ രാജ്യത്ത് എണ്ണ ഉൽപാദനം ഇല്ല. നമ്മുടെ രാജ്യത്ത് ഇല്ല. LPGയും, നമ്മുടെ രാജ്യത്ത് ഈ എണ്ണ പുറമേ നിന്ന് തന്നെ വരണം. അങ്ങനെ പുറമേ നിന്ന് തന്നെ നമ്മൾക്ക് എണ്ണ വരുമ്പോൾ നമ്മുടെ ഈ രാജ്യത്തെ ആൾക്കാരെ ഫീഡ് ചെയ്യുക എന്നുള്ളതിന്റെ എന്താണ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഫ്യൂവലാണ് നമുക്ക് വേണ്ടത്. കാരണം ഒരു രാജ്യം അതെ, ഓടുന്നത് അതിന്റെ ഊർജത്തിലാണ്. ഇപ്പോ അതെ, ഊർജമില്ലെങ്കിൽ ആ രാജ്യമില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് എല്ലാ അതെ, രാജ്യങ്ങളും ഊർജങ്ങൾക്ക് വേണ്ടി വലിയ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത്. അതിപ്പോ കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന പെട്രോളാണ് ഇപ്പോൾ ആ യുദ്ധം. പണ്ട് കാലത്ത് നമുക്കറിയാം, ഈ സായിപ്പന്മാർക്ക് ഈ തണുത്ത കാലത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത സമയത്ത് അവർക്ക് മാംസം സംസ്കരിക്കാനായിട്ട് കുരുമുളക് വേണമായിരുന്നു. അന്ന് നമ്മുടെ അടുത്ത് അവർ വരുമായിരുന്നു. കാരണം ഈ കുരുമുളക് പൊടിച്ച് മാംസത്തിൽ
ഉണക്കി അവർ സംസ്കരിച്ച് വെക്കുമായിരുന്നു. അന്ന് നമ്മൾ കിങ് ആയിരുന്നു ആ സമയത്ത്, ഭാരതം എന്ന് പറഞ്ഞാൽ കിങ് ആയിരുന്നു. പക്ഷെ ഇന്ന് കാലം മാറിയപ്പോൾ വേറെ ഊർജ്ജമായി, എണ്ണയാണ് വേണ്ടത്. ഇന്ന് പെട്രോൾ ഉണ്ട്, വണ്ടി കണ്ടുപിടിച്ചു, എഞ്ചിനുണ്ട്, അതിൽ ഒഴിക്കാൻ പെട്രോൾ വേണം, പെട്രോളിയം പ്രോഡക്ട്സ് വേണം, അങ്ങനെ പല കാര്യങ്ങൾ. നാളെ ചിലപ്പോ ചന്ദ്രനിൽ പോയി മനുഷ്യൻ ഹീലിയം ഐസോട്ടോപ്പ് കണ്ടുപിടിച്ചുകൊണ്ട് വരുമായിരിക്കും, അപ്പൊ പെട്രോളിന്റെ വെടി തീരുമായിരിക്കാം. പക്ഷെ ആ ഊർജം നമ്മുടെ രാജ്യത്തേക്ക് വരണ്ടേ? അത് എങ്ങനെയാണ് ഈ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധത്തിൽ ഇന്ത്യ മാനേജ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. കാരണം ഇവർ പറയുന്നത് ഒന്നും തന്നെ നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്നില്ല, ഊർജം വരുന്നില്ല, അല്ലെങ്കിൽ വരുന്ന ഊർജം തന്നെ ഇപ്പോൾ ഇവർ പെരുപ്പിച്ച് കാണിക്കുകയാണ്, നമുക്ക് അത്യാവശ്യത്തിന് സ്റ്റോക്ക് ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പൊ നമ്മൾ എത്രയൊക്കെ നമ്മുടെ രാജ്യത്തിനകത്ത് ഇന്റേണൽ മാർക്കറ്റ് പറഞ്ഞാലും ഇത് പുറത്തുനിന്ന് വരുന്ന ഒരു സാധനമാണ്. അതായത് പുറത്തുനിന്ന് വരുന്ന സാധനം, ഈ പുറത്തുനിന്ന് വരുന്ന സാധനം തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഡിപ്പെൻഡന്റ് ആണ്. സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പുറത്തുനിന്ന് വരുന്ന സാധനം പുറത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ അതിനൊരു തടസ്സം ഉണ്ടായി എന്ന് വെച്ച് അത് രാജ്യത്തിന്റെ ഒരു ഭരണപക്ഷത്തിന്റെ ഒരു പരാജയമാണെന്ന് പറയുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. കാരണം ഹോർമൂസ് കടലിടുക്ക് കടന്നിട്ട് വന്നിട്ടുള്ള ഇന്ത്യയുടെയും ചൈനയുടെയും ഓയിൽ ഫ്ലീറ്റ്സ് മാത്രമേ അവിടെ കടന്നു പോന്നിട്ടുള്ളൂ. വേറെ ഒരു രാജ്യത്തിനും കടന്നു വന്നിട്ടില്ല. നമ്മൾ ഇപ്പുറത്തെ റഷ്യ എന്ന് ചൈന വഴി ചൈനയിലോട്ട് വന്ന കുറച്ച് ഫ്ലീറ്റ്സ് ഇന്ത്യയിലോട്ട് വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ റഷ്യയും ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരു ധാരണയായി എന്നുള്ളതാണ്. ഈ പറയുന്ന ആ വഴിക്ക് വരുന്ന ഓയിലിന്റെ കാര്യത്തിലും ഇവർ തമ്മിലുള്ള ഓയിൽ സഹകരണത്തിന്റെ കാര്യത്തിലും ധാരണയായെന്നാണ്. അല്ലാതെ ചൈനയെ നമ്മൾ തോപ്പിച്ചിട്ട് ആ സാധനം ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നു എന്നല്ല അതിന്റെ അർത്ഥം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഒരു അപ്രമാദിത്വം ഈ മേഖലയിൽ തകരുമ്പോൾ, ഏതൊരു വൻമരം വീഴുമ്പോഴും പറഞ്ഞ പോലെ അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ താൽക്കാലികമായിട്ടുണ്ടായാലും ഈ പറയുന്ന കോൺഫ്ലിക്റ്റിന്റെ ലോങ് ടേം അഡ്വാൻറ്റേജ് എടുക്കാൻ പോകുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും ഇന്ത്യയുടെ സഹകരണത്തോടെ ചൈന എന്ന് പറയുന്ന രാജ്യമായിരിക്കും. നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഇപ്പൊ അമേരിക്ക ഇത് തീർച്ചയായിട്ടും ചൈനയ്ക്ക് ഒരു ഓൾട്ടർനേറ്റീവ് മാർക്കറ്റ് വേണം നിലവിൽ. അപ്പൊ അത് ഇന്ത്യൻ മാർക്കറ്റിനെ അവർ കുറച്ചുകൂടെ ആശ്രയിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ചൈനീസ് ഇൻവെസ്റ്റ്മെന്റിനുള്ള എല്ലാ റെസ്ട്രിക്ഷൻസും ഇന്ത്യ ഗവൺമെന്റ് എടുത്തു കളഞ്ഞിട്ടുണ്ട്. താങ്കൾ ആ വാർത്ത കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാ റെസ്ട്രിക്ഷൻസും എടുത്തു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഗാൽവാൻ പ്രശ്നം ഉണ്ടായ സമയത്ത് നമ്മള് ഈ പറയുന്ന ചൈനയായിട്ട് വെച്ചിരുന്ന പല കാര്യങ്ങളും എടുത്തു മാറ്റി നമ്മൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണ്. അമേരിക്കൻ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പലരും ഇത് പറയുമ്പോ പറയും ചൈന ഇന്ത്യയും തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു, പണ്ട് കണ്ടില്ലേ നമ്മളെ ചൈന ചതിച്ചില്ലേ എന്നൊക്കെ. ഫ്രണ്ട്സ് ആയിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഒരു പ്രസന്റ് സാഹചര്യത്തിൽ നമ്മൾ തമ്മിൽ നമ്മുടെ രണ്ടുപേരുടെ നിലനിൽപ്പിന്റെ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക താല്പര്യങ്ങൾ, നമ്മുടെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ തമ്മിൽ നിലവിലൊരു ധാരണയുണ്ട്. അതിന്റെ അർത്ഥം നാളെ ചൈന നമ്മുടെ ഏതെങ്കിലും മേഖലകളിൽ പ്രശ്നം ഉണ്ടാക്കില്ല എന്നല്ല. നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ അറിയാം. കഴിഞ്ഞ ദിവസം 6 ഉക്രൈനിയനും ഒരു അമേരിക്കനെയും നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുനിന്ന് NIA പൊക്കിയിട്ടുണ്ട്. അവരെ പിടിച്ച സമയത്ത് അതിന്റെ പിറ്റേ ദിവസം ഇവിടുത്തെ അമേരിക്കൻ പ്രതിനിധി നമ്മുടെ ജയശങ്കറെ അതേപോലെ തന്നെ നമ്മുടെ അജിത് ഡോവലിനെ സന്ദർശിക്കുകയുണ്ടായി. അപ്പം നിങ്ങൾ എനിക്ക് ഈ യുക്രൈനിയൻ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പം എനിക്ക് പെട്ടെന്ന് തോന്നി എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നരേന്ദ്രമോദിജി കഴിഞ്ഞ ദിവസം നമ്മളൊരു കോവിഡിനെ സമയത്ത് നമ്മളൊരു പ്രിപ്പറേഷൻ എടുത്ത പോലെ ഈ ഒരു പ്രശ്നം വരാനുണ്ട് എന്ന് നരേന്ദ്രമോദിജി പറയുകയും ചെയ്തു. അപ്പം ഈ യുക്രൈനിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ബയോലാബ്സ് ഉണ്ടായിരുന്നത്. യുക്രൈൻ എന്ന് പറഞ്ഞ രാജ്യത്തായിരുന്നു, ചൈന കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ ബയോലാബ്സ് അധികവും യൂറോപ്യൻ അതല്ല അമേരിക്കൻ ഹെൽപ്പോടെ പ്രവർത്തിക്കുന്ന ലാബുകളായിരുന്നു. ഈ നമ്മുടെ നോർത്ത് ഈസ്റ്റിലും ഇത്തരം, അതായത് പ്രത്യേകിച്ച് നാഗാലാൻഡിൽ 2, പിന്നെ വേറെ ആ മേഖലയിൽ കൃത്യമായിട്ട് ഇപ്പോൾ ഞാൻ ആ ഇൻഫർമേഷൻ കൃത്യമായിട്ട് സ്ഥലം ഓർക്കുന്നില്ല. നോർത്ത് ഈസ്റ്റിൽ വേറെ ഏതോ ഒരിടത്ത് തവാങ് അവിടെ എങ്ങാണ്ട് വേറൊരു ലാബും കൂടെ ഉണ്ട്. ഈ പറയുന്ന ലാബുകളെല്ലാം വെസ്റ്റേൺ ആയിട്ടുള്ള കോൺഗ്രസ് ഭരണകാലത്ത് അനുവദിച്ച ലാബുകളാണ്. വെസ്റ്റേൺ ആയിട്ടുള്ള ഫണ്ടിങ്ങിൽ ഓടുന്നതാണ്. അതില് ഈ യുക്രൈനിയൻ ആൾക്കാർ അവിടെ വന്നു എന്നുള്ളത് ഈ ഒരു കോൺഫ്ലിക്റ്റിന്റെ സമയത്ത് എന്തെങ്കിലും ബയോ വെപ്പൺസ് വീണ്ടും കോവിഡ് പോലെയുള്ള അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലൊരു ട്രിഗറിന് വേണ്ടിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് ജസ്റ്റ് ഒരു അവിടുത്തെ ആൾക്കാരെ ട്രെയിൻ ചെയ്യാൻ മാത്രമാണെന്നുള്ള വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ട്രെയിൻ ചെയ്യാൻ ഇവരെ കൊണ്ടുവരേണ്ട കാര്യമില്ല. വേറെ പലതരത്തിലുള്ള ആൾക്കാരെ ട്രെയിനിങ്ങിന് കൊണ്ടുവരാം, എസ്പെഷ്യലി യുക്രൈനിയൻസിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല.
അപ്പൊ ഇത് തമ്മിൽ ഉം. എന്തോ ഒരു ലിങ്ക് ഉണ്ട്. പ്രത്യേകിച്ച് കോവിഡിന്റെ സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത പോലെ നമ്മളൊക്കെ ഒരു പ്രിപ്പറേഷൻ വേണം. നിങ്ങൾക്കറിയാലോ, ഇപ്പൊ ചൈനീസ് വൈറസ് എന്ന് പറഞ്ഞാൽ അവർ ലേബൽ ചെയ്ത ഈ കോവിഡ് വൈറസ് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ലാബ്സും യൂറോപ്യൻ കമ്പനികൾ ഫണ്ട് ചെയ്ത ലാബ്സ് ആയിരുന്നു, ഉം. ചൈനയിലുണ്ടായിരുന്നു. അതുകൊണ്ട് കുറ്റം മൊത്തം ആർക്കും വന്നു? ചൈനയ്ക്ക് വന്നു. അതായത് ചൈനീസ് ഉം. വൈറസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ആര്? ഡൊണാൾഡ് ട്രംപ് വന്നു. അപ്പൊ നാളെ അതെ. ഇന്ത്യൻ വൈറസ് ഇവന്മാര് പറയൂല എന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? അമേരിക്ക എന്ന് പറയുന്ന കൺട്രീനെ നമുക്ക് യാതൊരു തരത്തിലും പല കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റൂല. പിന്നെ ഇസ്രായേൽ ഫാൻസ് ഇഷ്ടം പോലെ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടെങ്കിലും ഞാൻ പറയാം, ഇസ്രായേൽ എന്ന് പറഞ്ഞ കൺട്രിക്ക് അവരുടേതായ മോട്ടീവ്സ് ഉണ്ട്. അതെന്ന് ഉം. വെച്ച് നമ്മളോട് അവർ ഹോസ്റ്റൈൽ ആണെന്നല്ല അർത്ഥം. അവരൊരു 100 വർഷം 150 വർഷം അപ്പുറത്തോട്ട് നോക്കുമ്പോൾ അവർക്ക് അവരുടേതായ പല ഉദ്ദേശം കാണും, നമുക്ക് നമ്മുടേതായ ഉദ്ദേശം കാണും. ഇതില് ഉം. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ അതിനെ എടുക്കുന്നത് ശരിയാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലെല്ലാം ജൂയിഷ് ഫണ്ടിങ് പലതരത്തിലുള്ള ഇത്തരം പല ലാബുകളിലും ജൂയിഷ് ഫണ്ടിങ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് പറയാം, ഈ പറയുന്ന വലിയ കമ്പനികളുടെ ഫണ്ടിങ് ഉണ്ട്. അത് കുറെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും നമ്മൾ ഇപ്പൊ നടക്കുന്ന എന്താണെന്നുള്ളത് എക്സാക്ട്ലി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഒറ്റയ്ക്ക് അങ്ങോട്ട് വളർന്നു പോകാനോ ഒറ്റയ്ക്കൊരു എല്ലാവരുടെയും അപ്പുറത്ത് ഒരു വേൾഡ് പവർ ആയിട്ട് നിലനിർത്താനും അത്ര എളുപ്പത്തില് ഈ പറയുന്ന രാജ്യങ്ങൾ, അമേരിക്ക ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, ഉം. അവരെല്ലാം ഒരു പ്രശ്നത്തിൽ ഉൾപ്പെടുന്ന സമയത്ത് നമ്മൾ മാത്രം ഒരു കേക്ക് വാക്ക് നടത്താൻ നമ്മളെ സമ്മതിക്കും എന്ന് നമ്മൾ വിചാരിച്ചാൽ അത് മണ്ടത്തരമായിരിക്കും എന്റെ അഭിപ്രായം. നമ്മളെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള പലതരത്തിലുള്ള പരിപാടികൾ നമ്മൾ ഇറക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ പഴയ ഒരു മിനിസ്റ്റർ പറഞ്ഞ വാക്ക്, അതേപോലെ തന്നെ നോർത്ത് ഉം. ഈസ്റ്റിൽ നിന്ന് ഇവരെ പിടിച്ചത് ഈ നമ്മുടെ ആണവ അമേരിക്കൻ നിലയങ്ങൾ ഗവൺമെന്റിന്റെ ആക്രമിക്കുമെന്നല്ലേ? നമ്മളോടുള്ളതായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു സമയത്ത് അതൊന്നും അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ലാത്ത കാര്യത്തെ പറഞ്ഞതെന്ന് നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ തോന്നിയാൽ അതിലൊക്കെ എന്തൊക്കെയോ ഇന്റേണൽ ആയിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓക്കെ. ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.